എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ ഞാൻ കാണിച്ചു തരുന്നത് വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ കേരമീൻ തേങ്ങാപ്പാൽ കറിയാണ്. ഈ ഒരു ഒറ്റ കറി തയ്യാറാക്കാൻ പഠിക്കുവാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ കറി തയ്യാറാക്കി എടുക്കൂ. അത്രയും സ്വാദാണ്. നാളികേര പാല് ചേർത്ത് തയ്യാറാക്കി എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കറി പിറ്റേ ദിവസമായാലും ഒരു തരി പോലും കേടായി പോകില്ല. അത്രയ്ക്കും ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്. ചോറിന് മാത്രമല്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മറ്റെന്ത് വിഭവത്തിന്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനും സൂപ്പറാണ്. ഇതുപോലൊരു മീൻകറി തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് അധികം സമയമൊന്നും ആവശ്യമില്ല. ഇനിയിപ്പോ നാളികേര പാല് ചേർത്ത് കറി തയ്യാറാക്കുമ്പോൾ തേങ്ങാപ്പാല് പിരിഞ്ഞു പോകും എന്ന പേടിയും വേണ്ട. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. നമുക്ക് മീൻകറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1/2 കിലോ അളവില് കേരമീനാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് നല്ല ദശക്കട്ടിയുള്ള മീനാണ്. അതുപോലെ തന്നെ ഈ ഒരു മീന് വളരെ തന്നെ വേവ് കുറവാണ്. അതുകൊണ്ട് അല്പം വലുതാക്കിയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മീനൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് 1/2 കിലോ മീൻ ആവശ്യമായ 3 കുടംപുളി ഞാൻ ഇതുപോലെ കഴുകി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുവാണ്. ഇനി ഇതുപോലൊരു നാളികേരം തിരുമ്മി 300 മില്ലി പാല് ഒന്ന് പിഴിഞ്ഞു വെക്കണം. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു തുള്ളി ഉലുവ ചേർക്കാം. ഇനി ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. ഈ ഒരു സമയത്ത് മീൻകറിക്ക് ആവശ്യമായ ഒരു 15 കൊച്ചുള്ളി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളിയുടെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ തന്നെ 2 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉലുവ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇഞ്ചിയും കൊച്ചുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് മുരിഞ്ഞു കിട്ടണം. അതുവരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. ഉള്ളിയൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കറിക്ക് ആവശ്യമായ പൊടികൾ എടുത്ത് വയ്ക്കാം. 1/2 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടിയും 1/2 സ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. വഴറ്റുന്നുള്ളി പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർക്കാം. വീണ്ടും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഈ ഒരു കളറിലേക്കൊന്ന് ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. വീണ്ടും നല്ലോണം വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെച്ച് തന്നെ പൊടികൾ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് പൊടികളൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമായിരിക്കണം ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് വേണം ചേർക്കാനായിട്ട്. അതിനുശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കാം. കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. ഇനിയിപ്പോൾ നല്ലപോലെ തിളച്ചൊന്ന് വറ്റിയ പാകത്തിലേക്കായി വരണം. ആ ഒരു സമയം കൊണ്ടാണ് നമുക്ക് നാളികേര പാലൊന്ന് പിഴിഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് മൂടി ഒന്ന് തുറന്ന് വെക്കാം. ഈ ഒരു വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അങ്ങനെ നമ്മുടെ മീൻകറിയുടെ ചാറ് ഒരു 2 മിനിറ്റ് നേരം മൂടി തുറന്ന് വെച്ചപ്പോഴേക്കും നല്ല കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. അതുപോലെ കറിയിൽ എണ്ണയെല്ലാം തെളിഞ്ഞും വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് നാളികേരപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 300 മില്ലി അളവിലാണ് നാളികേരപ്പാൽ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്ന് തിളച്ച് വരുന്നത് വരെയും ഇളക്കി കൊടുക്കാം. നാളികേര പാല് ചേർത്ത് കറി തയ്യാറാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തിളക്കുന്നത് വരെയും നമുക്കിതുപോലെ തവി വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ പിരിഞ്ഞു പോവാൻ സാധ്യതയില്ല. അങ്ങനെ നമ്മുടെ കറി ഇപ്പോൾ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ വെട്ടി തിളച്ച് ഒന്ന് കുറുകിയ പാകത്തിലേക്കായി കിട്ടണം. അതുവരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നല്ലോണം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് തീ കുറച്ച് വെച്ച് കൊടുക്കാം. തിളക്കുന്ന സമയത്ത് തന്നെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കരുത്. നല്ലോണം വെട്ടി തിളച്ച് കുറുകിയ പാകത്തിലേക്ക് കറിയായി വരണം.
അപ്പോഴാണ് മീൻ കഷ്ണങ്ങൾ ചേർക്കേണ്ടത്. ഇതുപോലെ വെട്ടി തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കണം. അതിനുശേഷം കറി ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കണം. അപ്പോഴേക്കും കറിയുടെ ആ എണ്ണമയമൊക്കെ ഒന്ന് തെളിഞ്ഞ് പാകമായി കിട്ടും. ആ ഒരു സമയത്താണ് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കേണ്ടത്. അങ്ങനെ നമ്മുടെ മീൻ കറി ഒരു 3 മിനിറ്റ് നേരം ഞാനിവിടെ ചെറിയ തീയിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടെ ഈ ഒരു രീതിയിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കാണാലോ കറിയുടെ എണ്ണ എല്ലാം തെളിഞ്ഞു പാകമായി വന്നിട്ടുള്ളത്. ഈ ഒരു സമയത്താണ് നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കേണ്ടത്. മീൻ കഷ്ണങ്ങൾ നല്ലതുപോലെ ഇത് നെക്കി പിഴിഞ്ഞതിന് ശേഷമായിരിക്കണം കറിയിലേക്ക് ചേർക്കേണ്ടതും. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ മീൻ കഷ്ണങ്ങൾ ഒരു തരി പോലും പൊടിയാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാനും സാധിക്കുന്നതാണ്. ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള മീൻ നല്ല ഫ്രഷ് ആണ്. ഫ്രഷ് ആയിട്ടുള്ള മീൻ വാങ്ങിക്കുമ്പോൾ ഇതേ കളറിലാണ് നമുക്ക് കിട്ടുന്നതും. മീൻ കഷ്ണങ്ങൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. കറി തിളച്ച് വരുന്നത് വരെയും ഫുൾ ഫ്ലെയിമിലായിരിക്കണം. ഇനി ഒന്ന് തിളച്ചു തുടങ്ങട്ടെ. മീൻ കഷ്ണങ്ങൾ ചേർത്തിട്ട് നമ്മുടെ കറി നല്ലോണം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ കറി ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ മൺചട്ടി ആയതുകൊണ്ട് കഷ്ണങ്ങൾ പെട്ടെന്ന് അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അതിനുശേഷം കറി ഒന്ന് ചെറിയ തീയിലേക്ക് വീണ്ടും മാറ്റാം. ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം മൂടി തുറന്നു വെച്ച് വേണം നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ചെറിയ തീയിലിരുന്ന് 2-3 മിനിറ്റ് നേരം തിളച്ചപ്പോഴേക്കും നമ്മുടെ കറിയുടെ ചാറയ്ക്ക് ഒന്ന് കുറുകിയ പാകത്തിലേക്ക് ആയി വന്നു. അപ്പോൾ ഈ ഒരു സമയമാണ് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി നമ്മുടെ മീൻ കറി നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാണാം.